പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നോക്കുന്നത്. ഇത് വിളിച്ചിരിക്കുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഒഴിവുകൾ എന്ന് പറയുന്നത് 36 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 36 ഒഴിവുകളാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന തസ്തികയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 001/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. തസ്തികയുടെ പേര് നോക്കുകയാണെങ്കിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശമ്പള സ്കെയിൽ നോക്കുകയാണെങ്കിൽ 26,500 മുതൽ 60,700 വരെയാണ് പേ സ്കെയിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യം, അതായത് ഇക്വലന്റ് ആയിട്ടുള്ള വേറെ എന്ത് പഠിച്ചാലും നമുക്ക് അത് കണക്കാക്കാമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് സ്കില്ലായിട്ട് എന്തെങ്കിലും വേണം, അതായത് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ സ്കില്ലായിട്ട് അവർ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എത്ര ഒഴിവുകളാണെന്ന് വെച്ചാൽ 36 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിജ്ഞാപനത്തിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവും നിലവിലിരിക്കുന്നതാണെന്ന് ഇവിടെ അവര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ നോക്കുകയാണെങ്കിൽ ഇത് നിയമന രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ 18 മുതൽ 36 വയസ്സ് വരെ ആയിരിക്കും ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് 2/1/1989നും 1/1/2007നും ഇടയിൽ ജനിച്ചവർക്കായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ SC ST OBC അങ്ങനെയുള്ള കാറ്റഗറിക്കൊക്കെ അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ എല്ലാം ഉണ്ടെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഫീസ് നോക്കുകയാണെങ്കിൽ എക്സാം ഫീസ് നോക്കുകയാണെങ്കിൽ 500 രൂപയാണ് ജനറൽ കാറ്റഗറിക്കും അങ്ങനെയുള്ള കാറ്റഗറിക്കെല്ലാം എക്സാം ഫീസ് വരുന്നത്. അതേപോലെ തന്നെ SCക്ക് 250 രൂപ, STക്ക് 250 രൂപ, OBCക്ക് 500 രൂപ, EWSന് 500 രൂപ എന്നാണ് പറയുന്നത്. ഇനി അപേക്ഷ അയക്കേണ്ട വിധം എങ്ങനെയാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ സൈറ്റിൽ www.kdrb.kerala.gov.in എന്ന് പറയുന്ന സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 3 മാസത്തിനകം എടുത്തിരിക്കണം എന്നാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം റീചെക്ക് ചെയ്യണമെന്ന് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 28/4/2025 അർദ്ധരാത്രി 12 മണി വരെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫോട്ടോ ID കാർഡ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ വിജ്ഞാപനത്തിന്റെ പാർട്ട് 2-ൽ കൊടുത്തിരിക്കുന്നു എന്ന് ഇവരിവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 28/4/2025 നൈറ്റ് 12 മണിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതിന് മുന്നേ അപേക്ഷ ചെയ്യുന്നവരെല്ലാം അപേക്ഷ ചെയ്യുക. +2 ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. സ്കില്ലായിട്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം മാത്രം മതിയായിരിക്കും. 26,500 മുതൽ 60,700 വരെ സാലറി കിട്ടുന്ന ഒരു ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഒരു നല്ല വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.